മഴയൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് തോട്ടത്തിലോട്ട് ഇറങ്ങി നോക്കിയപ്പോൾ എന്തേ ഒന്നോ രണ്ടോ എണ്ണം റബ്ബറിൻ്റെ ചിരട്ടയ്ക്കകത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നു. വേഗം കൊമ്പത്തി കളഞ്ഞേക്ക്. എന്തിനാ വെറുതെ കൊതുകിനെ നമ്മളായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നേ? ഈ കറുത്ത കളർ എന്നാന്ന് മനസ്സിലായോ? ഇത് ടാറാ. ഈ ടാറ് തേച്ചിട്ടാണ് നമ്മൾ റബ്ബറിന് പ്ലാസ്റ്റിക് ഇടുന്നത്. ഓരോ ലെയറായിട്ട് കാണുന്നുണ്ടായിരിക്കും. അതിന് കാരണം എന്നാണെന്നറിയോ? ഓരോ വർഷം നമ്മൾ പ്ലാസ്റ്റിക് മാറ്റി മാറ്റി കൊണ്ടുവരും. ഈ പ്ലാസ്റ്റിക് ഓരോ വർഷം ഇട്ടാണ് നമ്മൾ റബ്ബറിൻ്റെ പട്ടയെ മഴക്കാലത്ത് സംരക്ഷിക്കുന്നത്. ഇത് ആദ്യം മുകളിലിടുന്നു. കാരണം ഈ പട്ടയെന്ന് പറയുന്നത് ഇപ്പോൾ ഇത്രയും താന്നു നിൽക്കുന്നു. ആദ്യം ഇത് വെട്ടി തുടങ്ങുന്ന സമയത്ത് ഇതൊരു നടുക്ക് ഭാഗത്താണ്. അപ്പോൾ അതിന് തൊട്ട് മുകളിലാണ് പ്ലാസ്റ്റിക് ഇടുന്നത്. അത് നമ്മൾ വെട്ടുന്നതിനനുസരിച്ച് അതിങ്ങനെ താന്ന് കാരണം ഡെയിലി ഇത് ചെത്തി കളഞ്ഞല്ലേ നമ്മൾ റബ്ബർ വെട്ടുന്നത്. അങ്ങനെ ഓരോ ഡെയിലി ചെയ്ത് ഓരോ വർഷം കഴിയുമ്പോഴത്തേക്ക് പട്ട താന്ന് വരും. താഴോട്ടുള്ള റബ്ബറിനോട് ഒക്കെ നോക്കിക്കാണാം, പല ലെയറുണ്ട് പ്ലാസ്റ്റിക് ഇട്ടിട്ട് പോയിരിക്കുന്നതിൻ്റെ. കണ്ടോ? ഇങ്ങനെയാണ് റബ്ബറിൻ്റെ ഓരോ പ്രാവശ്യം ചെയ്യുന്ന കാര്യങ്ങൾ. ഒരു സൈഡ് വെട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ അപ്പുറത്തെ സൈഡ് വെട്ടും. ഇപ്പം ഈ സൈഡിൽ ഒരു 3-4-5 പ്രാവശ്യം വെട്ടിയിട്ടുണ്ട്. അത് കഴിയുമ്പോൾ ഇനി ഇതിന് ഓപ്പോസിറ്റ് സൈഡ് വെട്ടാൻ തുടങ്ങും. മുകളിൽ നിന്ന് തന്നെ തുടങ്ങും. ആദ്യം മുകളിൽ നിന്ന് തുടങ്ങി പിന്നെ അത് ഈ സൈഡ് താഴോട്ടാകും. ഇവിടെ നമ്മൾ ആദ്യം ഹീറ്റ് അടിച്ചുകൊണ്ടിരുന്ന ഷീറ്റിൻ്റെ വരെയായത്. പക്ഷേ ഇപ്പോൾ അവിടെ പരിപാടിയൊന്നും നടക്കുന്നില്ല. ഈ മഹാഗണിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മുറ്റത്തോട്ട് പണി നിന്നുകൊണ്ടിരിക്കുന്ന മഹാഗണികൾ. 2 എണ്ണം ഉണ്ട്. എല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് വീട്ടിൽ വന്ന് ചോറും ഉണ്ടു. നല്ല മീൻകറിയും ചിമ്മിയും വരട്ടിയതൊക്കെ കൂട്ടി ചോറുണ്ട് സുഖമായിട്ടിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. ടാറ്റാ ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.